എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ SCRTൻ്റെ റിവിഷൻ സീരീസ് ആണ്. ദിവസവും ഒരു 10 SCRT ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ ഈ SCRTയുടെ പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിച്ച്കോക്ക് ആണ്. ഹിച്ച്കോക്ക് ആണ് എന്ത്? മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി. മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? മലപ്പുറം കേന്ദ്രമാക്കി MSP സ്ഥാപിച്ചത്. മലബാർ സ്പെഷ്യൽ ഫോഴ്സ് അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP മലപ്പുറത്ത് സ്ഥാപിച്ചത് മലബാർ കലാപം അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. HV കനോലി ആരാണ്? കലാപകാരികൾ വധിച്ച മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ആര്? HV കനോലി. TH ബേബർ ആരാണ്? TH ബേബർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? TH ബേബർ. മഞ്ചേരി നിന്ന് 5-6 മൈൽ ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നിരത്തിൽ ചത്തുപോയ ഹിച്ച്കോക്ക് സാഹിബിൻ സ്മാരകം, ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം. ആരുടേതാണ് ഈ വരികൾ എന്നാണ് ചോദ്യം. അംശി നാരായണപിള്ള, വടക്കേ വീട്ടിൽ മുഹമ്മദ്, കമ്പളത്ത് ഗോവിന്ദൻ നായർ, മൊയ്തു മൗലവി. ഉത്തരം ഓപ്ഷൻ സി ആണ്, കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് എന്ന് നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്. ആ ഹിച്ച്കോക്കിന് ബ്രിട്ടീഷുകാർ ഒരു സ്മാരകം പണിതു. അപ്പോൾ അതിനെതിരെ പടപ്പാട്ട് എഴുതിയതാണ് ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. അതിലെ വരികളാണെന്ത് ഈ മുകളിൽ കാണുന്നത്. മഞ്ചേരി നിന്ന് 5-6 മൈൽ ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നിരത്തിൽ ചത്തുപോയ ഹിച്ച്കോക്ക് സാഹിബിൻ സ്മാരകം, ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം എന്ന് അതിൽ അദ്ദേഹം എഴുതിയ പടപ്പാട്ടിലെ വരികളാണ്. അപ്പോൾ കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് ഈ പടപ്പാട്ട് എഴുതിയത്. അപ്പോൾ അതിലെ വരികളാണ് ഇത്. അപ്പോൾ ഹിച്ച്കോക്കിന് സ്മാരകം നിർമ്മിച്ചതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. അതിനോട് അനുബന്ധിച്ചാണ് അദ്ദേഹം ഇങ്ങനൊരു പടപ്പാട്ട് എഴുതിയത്. വടക്കേ വീട്ടിൽ മുഹമ്മദ് നമ്മൾ പറഞ്ഞതാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. മൊയ്തു മൗലവി ആരാണ്? മൊയ്തു മൗലവി മലബാറിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്തു മൗലവി. അംശി നാരായണപിള്ള ആരാണ്? വരിക വരിക സാഹചര്യം എന്നുള്ള കവിത എഴുതിയ ആളാണ് ആര്? അംശി നാരായണപിള്ള. വരിക വരിക സാഹചര്യം എന്ന കവിത എഴുതിയത് അംശി നാരായണപിള്ളയാണ്. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിനാണ്? അപ്പോൾ 1891 എന്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഏത് മഹാരാജാവിനാണ്, അല്ലെങ്കിൽ ഏത് തിരുവിതാംകൂർ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിനാണ് എന്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഒക്കെ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. അതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. ആർക്കാണ് സമർപ്പിച്ചത്? തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. തിരുവിതാംകാർക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത് മലയാളി മെമ്മോറിയലിൻ്റെ സമയത്താണ്. 1896 ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു.
ഇത് ആരുടെ നേതൃത്വത്തിലാണ്? അപ്പോൾ ആ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീമൂലം തിരുനാളിനാണ് എന്ത് ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയലാണ്. ഓപ്ഷൻ എ ബാരിസ്റ്റർ GP പിള്ള, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയലാണ്. 1891 എല്ലാം സമർപ്പിച്ചത് ആർക്കാണ്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് എന്ത് സമർപ്പിച്ചത്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ 1896 ഡോക്ടർ പൽപ്പു ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. ചില സംഭവങ്ങളും അതിൻ്റെ വർഷങ്ങളും തന്നിട്ടുണ്ട്, അതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, നിവർത്തന പ്രക്ഷോഭം 1946, പുന്നപ്ര വയലാർ സമരം 1932. അപ്പോൾ നമുക്ക് ഇനി ഇത് തെറ്റായ ജോഡി ഏതാണെന്ന് നോക്കാം. മലയാളി മെമ്മോറിയൽ 1891 ശരിയാണ്, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ഈഴവ മെമ്മോറിയൽ 1896 അതും നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും എന്താണ്? ശരിയാണ്. നിവർത്തന പ്രക്ഷോഭം 1946 ഇതെന്താണ്? തെറ്റാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. പുന്നപ്ര വയലാർ സമരം 1932 അതും എന്താണ്? തെറ്റാണ്. 1946 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പാണ് എന്ത് പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരം നടന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു വർഷം മുമ്പ് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ദിവാനായിരുന്ന രാജഗോപാലാചാരിയുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് എന്ത് പുന്നപ്ര വയലാർ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഉയർത്തിയ സന്ദർഭവും പുന്നപ്ര വയലാർ സമരമായിരുന്നു. നിവർത്തന പ്രക്ഷോഭം എന്താണ്? തിരുവിതാംകൂറിൽ എല്ലാ ജാതി മത വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണെന്ത് നിവർത്തന പ്രക്ഷോഭം. അത് നമുക്കിനി വരാനുള്ള ക്വസ്റ്റ്യനിൽ പഠിക്കാണ്ട്, അപ്പോൾ ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ അത് 1932 എന്ത് നിവർത്തന പ്രക്ഷോഭം തുടങ്ങിയത്. അപ്പോൾ ഇതിലെന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3, 4 തെറ്റ് എന്നുള്ള ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൽ ശരിയായ ഉത്തരം. 3, 4 തെറ്റ്. 3, 4 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? അപ്പോൾ താഴെ കുറച്ച് 4 പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. എന്താണ് നിവർത്തന പ്രക്ഷോഭം? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ഒരുമിച്ച് നടത്തിയ ഒരു സമരമാണെന്ത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച ഒരു സമരമാണെന്ത് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലാണെന്ത് ഈ ഒരു സമരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ, TK മാധവൻ. അപ്പോൾ ഇതിൽ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ആര്? TK മാധവനാണ്. TK മാധവൻ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് TK മാധവൻ. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വൈക്കം സത്യാഗ്രഹത്തിന് 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? TK മാധവനാണ്. ബാക്കി 3 പേരും എന്താണ്? നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണെന്ത് ഉത്തരവാദിത്ത ഭരണത്തിനായി തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം,
ഈഴവ സമുദായക്കാർ സംയുക്തമായി നടത്തിയ ഒരു പ്രക്ഷോഭമാണെന്ത്? നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിനായി ആരംഭിച്ച ഒരു പ്രക്ഷോഭം കൂടിയാണെന്ത്? നിവർത്തന പ്രക്ഷോഭം. ഇത് 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരാണ്. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവനാണ്. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. എന്ത്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അതാരാണ്? C കേശവനാണ്. പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938 ആണ്. 1938 എന്ത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ്. അപ്പോൾ പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. 1938 എന്ത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. 1938 എന്ത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. ഇനി ഓപ്ഷനിലെ ഓരോ വർഷങ്ങളെയും പ്രത്യേകത ഒന്ന് നമുക്ക് നോക്കാം. 1932 പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷമാണ് 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന് 6 വർഷത്തിന് ശേഷമാണെന്ത്? പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത്. 1946 പ്രത്യേകത എന്താണ്? 1946 പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 1 വർഷം മുമ്പ് നടന്നത് എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇനി 1934 പ്രത്യേകത എന്താണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷമാണ് 1934. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷമാണെന്ത്? 1934. അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം, 1938 പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റായ വർഷം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ട വർഷം. 1946 പുന്നപ്ര വയലാർ സമരം. 1934 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചോദിച്ചു എന്ന് മാത്രം. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആര്? C കേശവൻ. C കേശവനാണെന്ത്? പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. എന്തിനോടനുബന്ധിച്ചാണ് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് എന്ന് ചോദിച്ചാൽ, നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. C കേശവനാണെന്ത്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണെന്ത്? C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.